പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കയറാം. അപ്പോൾ സെൻട്രൽ ആംഗിൾ തിയറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു അല്ലേ. 11.5 വരുന്ന ഒരു ആംഗിൾ നിർമ്മിക്കാൻ അതിൻ്റെ ഡബിൾ വരുന്ന ആംഗിളുകൾ സർക്കിളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നിർമ്മിച്ച് നമ്മൾ വരച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇന്നിവിടെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ സർക്കിൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ആശയമായിരുന്നു എന്ത്? സർക്കം സർക്കിൾ അഥവാ പരിവൃത്തം അല്ലേ. ഏതൊരു ബഹുഭുജത്തിനും നമുക്ക് സർക്കം സർക്കിൾ വരയ്ക്കാൻ പറ്റില്ല എന്നും, എന്നാൽ ചില ബഹുഭുജങ്ങൾ അഥവാ പോളിഗണുകൾക്ക് സർക്കം സർക്കിൾ അഥവാ പരിവൃത്തം വരയ്ക്കാമെന്നും എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പറയുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ വരയ്ക്കാനാണ്, അഥവാ ഒരു ത്രികോണത്തിൻ്റെ പരിവൃത്തം. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചതുമാണ്. ത്രികോണത്തിൻ്റെ പരിവൃത്തം അഥവാ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ നിർമ്മിക്കാൻ നിങ്ങൾ പഠിച്ചതാണ്. ആ പഠിച്ച രീതിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ച് മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഒരു സർക്കം സർക്കിൾ വരയ്ക്കുകയാണ് ചെയ്തത്. ആ ഒരു മെത്തേഡല്ല ഇവിടെ പറയുന്നത്, വ്യത്യാസമുണ്ട്. അപ്പൊ ഏത് തരത്തിൽ വന്നാലും നമുക്ക് സർക്കം സർക്കിൾ വരയ്ക്കാൻ പഠിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്താണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 centimeter. Draw a circle of radius 5 centimeter which passes through the vertices of a triangle. Which passes through. ഈ ചോദ്യ പേപ്പറിൽ ഇങ്ങനെ ഒരു വാക്ക് കണ്ടാൽ നമ്മൾ അത് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. Which passes through. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. 3 വെർട്ടിസസിലൂടെ കടന്നു പോകുന്ന സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? സർക്കം സർക്കിൾ അഥവാ പരിവൃത്തം എന്ന് പറയുക. അപ്പൊ അങ്ങനെ നേരിട്ട് ചോദിക്കില്ല, പകരം നമ്മളോട് ചോദിക്കുക വിച്ച് പാസസ് ത്രൂ ദ വെർട്ടിസസ്, അല്ലെങ്കിൽ 3 മൂലകളിലൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കുക എന്നാണ് പറയുക. ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം നമുക്ക് ടാൻജൻസ് എന്ന് പറഞ്ഞ പാഠഭാഗത്തിലും അതേപോലെ ഇതിന്റെ ബാക്കി വരുന്ന പാഠഭാഗത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ സർക്കിള് ഉള്ളിലൂടെയും വരും. അപ്പോൾ 2 ചിത്രവും കൂടി ഒരുമിച്ച് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഏത് ചിത്രമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്? ഈ വാക്ക് പാസസ് ത്രൂ ദ വെർട്ടിസസ് അഥവാ മൂലകളിലൂടെ കടന്നു പോകുന്ന വൃത്തം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ട്രയാങ്കിൾ വരച്ചിട്ടാണ് നമ്മൾ സർക്കിൾ വരച്ചിരുന്നത്. അതിന്റെ റേഡിയസ് നമ്മൾ അളന്ന് എഴുതാനായിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതെങ്കിൽ, ഈ പ്രാവശ്യം നമ്മളോട് സർക്കിളിന്റെ റേഡിയസ് നമുക്ക് ആദ്യം തരുന്നു. ട്രയാങ്കിളിന്റെ എന്തെല്ലാം മെഷർമെന്റ് ആണ് തരുന്നത് എന്നറിയോ? വിച്ച് പാസസ് ത്രൂ ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 degree, 60 degree ആൻഡ് 70 degree. ഈ ട്രയാങ്കിളിന്റെ അഥവാ ത്രികോണത്തിന്റെ 3 കോണളവുകൾ മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, കഴിഞ്ഞ വർഷം പോലെ തന്നെ ഈ ട്രയാങ്കിൾ ആദ്യം വരച്ച് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് സർക്കം സർക്കിൾ വരച്ചാൽ മാർക്ക് കിട്ടില്ലേ എന്ന് ചോദിക്കാം. മാർക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ 50, 60, 70 വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ അതേ വലിപ്പമായിരിക്കില്ല മറ്റൊരു കുട്ടി വരയ്ക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ, ട്രയാങ്കിളിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ 3 ആംഗിൾ പോരാ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സൈഡെങ്കിലും നമുക്ക് തന്നിരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റാത്തതിന്റെ കാരണം അതിന്റെ ഒരു സൈഡ് പോലും നമുക്ക് തന്നിട്ടില്ല. അതേസമയം കഴിഞ്ഞ വർഷം ട്രയാങ്കിൾ നിർമ്മിച്ചിട്ട് സർക്കം സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ട്രയാങ്കിളിന്റെ ഒരു സൈഡെങ്കിലും നമുക്ക് തന്നിരുന്നു. അതാണ് വ്യത്യാസം. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, ഇവിടെ ട്രയാങ്കിൾ അല്ല വരയ്ക്കേണ്ടത്, അതായത് വ്യത്യസ്ത വലിപ്പമുള്ള ട്രയാങ്കിൾ വരച്ചാൽ അതിലൂടെ കടന്നു പോകുന്ന സർക്കിളിന്റെ റേഡിയസും വ്യത്യാസം വരും. അപ്പൊ നമ്മളോട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5 centimeter തന്നെ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആദ്യം സർക്കിളിനെയാണ് ഫിക്സ് ചെയ്യുന്നത്. ആ സർക്കിളിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്തിനെ കൊണ്ടുവരണം? ട്രയാങ്കിളിനെ കൊണ്ടുവരണം. നമ്മൾ പഠിച്ച ആശയം നമ്മൾ ഇതിനെ സഹായിക്കും.
അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് വരയ്ക്കേണ്ട ചിത്രത്തിന്റെ ഒരു റഫ് ചിത്രമാണ് ടീച്ചർ ഇവിടെ വരച്ചിരിക്കുന്നത്. ട്രയാങ്കിൾ ABC വരച്ചിരിക്കുന്നു. അതിന്റെ വെർട്ടിസസിലൂടെ കടന്നു പോകുന്ന സർക്കിളും ടീച്ചർ വരച്ചിട്ടുണ്ട്. ഇതിൽ ഏത് കാര്യമാണ് നമുക്ക് സഹായകമാകുക? നോക്കൂ, ഈ ആംഗിൾ 50 ഡിഗ്രി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ മുകളിലുള്ള പോയിന്റ് ആയിട്ടുള്ള സിയിലുള്ള ആംഗിൾ ആണല്ലോ. അപ്പൊ ടീച്ചർ ഈ ചിത്രം ഇങ്ങനെ വരച്ചിരിക്കുന്നത് നോക്കി നോക്കൂ. അപ്പൊ ഇത് 50 ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ 50 ഡിഗ്രി ഉണ്ടാക്കുന്ന കോൺ അഥവാ ആംഗിൾ ആരുണ്ടാക്കുന്നതാണ്? ആർക്ക് AB അതിന്റെ ഓൾട്ടർനേറ്റിൽ ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ AB എന്ന് പറഞ്ഞ കോഡ് 2 പാർട്ടാക്കുന്നതിൽ ഒരു പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ AB എന്ന് പറഞ്ഞ കോഡിന്റെ സെൻട്രൽ ആംഗിളും അഥവാ AB എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിളും ഈ 50 ഡിഗ്രിയുടെ എത്രയുണ്ടായിരിക്കും? ഡബിൾ ഉണ്ടായിരിക്കും, അഥവാ 100 ഡിഗ്രി ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ സർക്കിൾ വരയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം 5 സെന്റിമീറ്റർ റേഡിയസിൽ നമുക്ക് സർക്കിൾ ഇവിടെ വരയ്ക്കാൻ പറ്റും. ആ സർക്കിളില് Aയും Bയും Cയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ നമുക്ക് നിർമ്മിക്കാം. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ നിർമ്മിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി എന്ന് മനസ്സിലാക്കാം. ഒരു സൈഡും ആ സൈഡിൽ വരുന്ന 2 ആംഗിളും കിട്ടിയാൽ നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ 3 ആംഗിൾ തന്ന സ്ഥിതിക്ക് 2 ആംഗിൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. പകരം എന്തേ കിട്ടണ്ടോ? ഒരു സൈഡേ കിട്ടുന്നുള്ളൂ. അപ്പൊ നോക്കൂ, ഈ Aയും Bയും Cയും കിട്ടാനുള്ള ഒരു മാർഗം നമുക്ക് മനസ്സിലായി. ഇത് 50 ഉണ്ടെങ്കിൽ ഈ ABയുടെ സെൻട്രൽ ആംഗിൾ എത്രയുണ്ടായിരിക്കും? 100 ഡിഗ്രി ഉണ്ടായിരിക്കും. അപ്പൊ സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സെന്റർ O ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ AOB യോജിപ്പിച്ചാൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ടാകും? 100 ഡിഗ്രി അഥവാ 100 ഡിഗ്രി ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കിത് എങ്ങനെ വരയ്ക്കാം? ആദ്യം സർക്കിൾ വരച്ചു. അതിൽ ഇഷ്ടമുള്ള പോയിന്റില് A അടയാളപ്പെടുത്തി. OA നമുക്ക് യോജിപ്പിച്ചാൽ നമുക്ക് OA എന്ന് പറഞ്ഞ റേഡിയസ് കിട്ടിയല്ലോ. ഈ OAയിൽ നിന്ന് 100 ഡിഗ്രി തിരിഞ്ഞാലാണ് OBയിൽ എത്തുക. OB വരച്ചാൽ നമുക്ക് ഏതും കിട്ടും? Bയും കിട്ടും. Aയും Bയും കിട്ടി. AB യോജിപ്പിച്ചാൽ നമുക്ക് ട്രയാങ്കിളിന്റെ എന്ത് കിട്ടിക്കഴിഞ്ഞു? ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ പഠിച്ച ആശയം കൊണ്ടുള്ള ഉപയോഗം മനസ്സിലായല്ലോ. ട്രയാങ്കിളിന്റെ സൈഡ് തന്നിട്ടില്ലെങ്കിലും എല്ലാവർക്കും ഒരേപോലത്തെ ചിത്രം നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്കിതൊന്ന് വരച്ച് നോക്കാം. ആ വരച്ച് നോക്കുന്ന ഇടയിൽ നമുക്ക് ഇതിന്റെ ആശയം പറയാം. അപ്പൊ AB എന്ന് പറഞ്ഞ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ Aയില് 60 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരച്ചാൽ തന്നെ അത് ഈ സർക്കിളിനെ ചെന്ന് മുട്ടുന്ന പോയിന്റ് ആയിരിക്കുമല്ലോ C. വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താം. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇഷ്ടമുള്ളത് കാണിക്കുന്നത് 5 സെന്റിമീറ്ററിൽ എടുത്ത് വരച്ചാൽ വളരെ ചെറിയ ചിത്രമാണ് വരയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ സ്കെയിലിൽ 5 സെന്റിമീറ്റർ തന്നെ എടുത്ത് വരയ്ക്കണം. ടീച്ചർ ഇവിടെ 5 സെന്റിമീറ്ററിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, കുറച്ച് വലുതാക്കി വരയ്ക്കുകയാണ്. അപ്പൊ ടീച്ചർ ആദ്യം തന്നെ സെന്റർ മാർക്ക് ചെയ്യുന്നു. കാരണം ബോർഡിൽ വരയ്ക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ ഉള്ളതുകൊണ്ട് സെന്റർ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ സർക്കിൾ വരച്ചതിന് ശേഷം സെന്റർ മാർക്ക് ചെയ്യുക. ടീച്ചർ ഇഷ്ടമുള്ള വലിപ്പത്തില് നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര സെന്റിമീറ്റർ എടുക്കണം? 5 സെന്റിമീറ്റർ നിങ്ങൾ സർക്കിൾ വരയ്ക്കണം. ആ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സെന്റർ O അടയാളപ്പെടുത്തുക. ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വരച്ചതിന്റെ മുകളിൽ കൂടെ തന്നെ വരച്ചുകൊണ്ടിരിക്കരുത്. ഒരു പ്രാവശ്യം വരയ്ക്കുക. പേര് കൊടുക്കേണ്ട സ്ഥലത്തെല്ലാം അതാത് സമയത്ത് തന്നെ പേര് നിങ്ങൾ കൊടുക്കുക. അപ്പൊ നോക്കൂ, നമുക്ക് സർക്കിൾ കിട്ടി. ആ സർക്കിളിന്റെ സെന്റർ O കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഷ്ടമുള്ള സ്ഥലത്ത് A അടയാളപ്പെടുത്തുക. ഒരു പോയിന്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പേര് കൊടുത്തു? A. കാരണം ആ റഫ് ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ആദ്യം വരയ്ക്കണം? റഫ് ഫിഗർ വരയ്ക്കണം. അപ്പൊ ദാ ഇത് OA വരച്ചു. അപ്പൊ നമുക്ക് ഈ സർക്കിളിന്റെ മുകളിൽ OA എന്ന് പറഞ്ഞ റേഡിയസ് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് ഏതാണ്? OB എന്ന് പറഞ്ഞ റേഡിയസ് കിട്ടണം. OB എന്ന് പറഞ്ഞ റേഡിയസ് കിട്ടണമെങ്കിൽ ഈ OA എന്ന് പറഞ്ഞ വര സെന്ററിൽ 100 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് OB കിട്ടുക. അപ്പൊ ഈ വരയെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കേണ്ടത്. അതായത് റൊട്ടേഷൻ വരുന്നത് Oയിലാണ്, Aയിലല്ല. അപ്പൊ ആ റൊട്ടേഷൻ അഥവാ
തിരിവ് അളക്കാൻ നമ്മൾ ഏത് ഉപകരണം ഉപയോഗിക്കുക? പ്രൊട്രാക്ടർ എടുക്കും. ആ പ്രൊട്രാക്ടറിന്റെ ഈ ഏരോ മാർക്കർ കറക്റ്റ് ഓയിൽ വെക്കുക. ഇവിടെയുള്ള ഹൊറിസോണ്ടൽ ലൈന് ഈ OAയിലും ചേർത്ത് വെക്കത്തക്ക രീതിയിൽ നമ്മൾ വെക്കണം. ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ചു. ഈ പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രിയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഭാഗത്താണല്ലോ ലൈന് കിടക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 100 എന്ന് പറയുമ്പോൾ 90 ആയി. ഇവിടെ 90യേക്കാൾ കൂടുതൽ 100ന് അവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി പ്രൊട്രാക്ടർ അവിടുന്ന് മാറ്റി. വളരെ നീറ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ഇത് ഈ 100 ഡിഗ്രി അടയാളപ്പെടുത്തിയതിനെ ഓയുമായിട്ട് നിങ്ങൾ യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞ് കിട്ടുന്ന പോയിന്റിനെ നിങ്ങൾ ബി എന്ന പേര് കൊടുക്കുക. ഈ ആംഗിൾ അപ്പം തന്നെ എഴുതുക. എത്ര ഡിഗ്രിയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്? 100 ഡിഗ്രിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയും കിട്ടി, ബിയും കിട്ടിക്കഴിഞ്ഞു. അതായത് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ രണ്ട് പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈൻ ആയിരിക്കും ട്രയാങ്കിളിന്റെ സൈഡ് AB. അപ്പൊ ലൈനൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പോയിന്റിൽ പെൻസിൽ വെച്ചു, ഈ പോയിന്റിലും പെൻസിൽ വെച്ചു, എന്നിട്ട് മാത്രം ഒരൊറ്റ വര വരയ്ക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കാണിക്കരുത്. അപ്പൊ ട്രയാങ്കിളിന്റെ സൈഡായിട്ടുള്ള AB നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെയാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ തിയറം നമ്മൾ ഉപയോഗിച്ചത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കൂ, AB എന്ന് പറഞ്ഞ സൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എയിലുള്ള ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 70 കൊടുക്കാട്ടോ. ടീച്ചർ റഫ് ഫിഗർ ഇങ്ങനെ വരച്ചു, അതേ രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രം. ഇനി വേണമെങ്കിൽ ഈ 50ന് പകരം ഈ 60 ഇവിടെ കൊടുക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ എത്ര എടുക്കണം? 120 എടുക്കണം. ഇനി ഒരു കുട്ടി ഇവിടെ 70 അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിലോ ഇവിടെ എത്ര വരും? 140 വരും. അപ്പോൾ എയിൽ പ്രൊട്രാക്ടർ വെക്കണം. എയിൽ പ്രൊട്രാക്ടർ വെക്കുമ്പോൾ നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് വര. ആ വരയുടെ മുകളിൽ ഈ ഹൊറിസോണ്ടൽ ലൈനും ഈ പെർപെൻഡിക്കുലർ വര ഈ എയിലും ചേരുന്ന തരത്തിൽ നമ്മൾ പ്രൊട്രാക്ടർ വെക്കണം. പ്രൊട്രാക്ടർ വെക്കുന്നതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് നമ്മൾ ഇനി പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ നോക്കൂ, വലതുഭാഗത്താണല്ലോ ലൈന് കിടക്കുന്നത്. നമുക്ക് എത്ര ഡിഗ്രി അവിടെ നിന്ന് അളക്കേണ്ടത്? 60 ഡിഗ്രി മെഷർ ചെയ്യണം. 60 എന്ന് പറയുമ്പോൾ 90യേക്കാൾ കുറവാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ 50 വന്നു. ഇവിടെ എത്ര വന്നു? 60 ഡിഗ്രി വന്നു. പ്രൊട്രാക്ടർ അവിടെ നിന്ന് മാറ്റി. അതിനുശേഷം ഈ പോയിന്റും ഈ എയും തമ്മിൽ യോജിപ്പിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ സർക്കിൾ ചെറുതാകുമ്പോൾ ഈ പോയിന്റ് സർക്കിളിന്റെ പുറത്തായിരിക്കും കേട്ടോ വരിക. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ സർക്കിളിൽ മുട്ടുന്നത് വരെ അത് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ഇങ്ങോട്ട് യോജിപ്പിച്ചു. യോജിപ്പിച്ച ഉടനെ തന്നെ ഞാനിവിടെ എത്ര എഴുതി? 60 ഡിഗ്രി എന്ന് ഞാൻ എഴുതി. ഇവിടെ ഇത് ഇങ്ങോട്ടും യോജിപ്പിച്ചു. അപ്പോൾ എയിൽ നിന്ന് ചെന്ന് മുട്ടിയ പോയിന്റ് സി. അപ്പോൾ സിയിൽ നിന്ന് ബി യോജിപ്പിച്ചാൽ നമുക്ക് ട്രയാങ്കിൾ എവിടെ കിട്ടി? ഉള്ളിൽ കിട്ടി. ഈ ആംഗിൾ 60 ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? 70 ഉണ്ടായിരിക്കും. കാരണം ഇത് 100 ഉള്ളത് കൊണ്ട് ഈ ആംഗിൾ നിങ്ങൾക്ക് മെഷർ ചെയ്ത് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇനി മെഷർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ 100 എടുത്തത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടായിരിക്കും? 50 ഡിഗ്രി ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫിഗർ. ഈ ട്രയാങ്കിളിനെ നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കാണിക്കാം. ഇവിടെ ടീച്ചർ ഒരു എക്യൂട്ട് ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ വരയ്ക്കാനാണ്. അപ്പൊ കഴിഞ്ഞ പോലത്തെ രീതിയിൽ നിന്ന് വ്യത്യാസം വന്നിരിക്കുന്നത് കണ്ടല്ലോ. കഴിഞ്ഞ പോലെ സൈഡുകളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചിട്ടാണ് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇവിടെ അതൊന്നും ആവശ്യമില്ല. ആംഗിളുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സർക്കം സർക്കിൾ വരച്ചു. ഇത് നമ്മൾ ട്രിഗണോമെട്രിയിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ടീച്ചർ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആംഗിളുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രിയാണ്. ഈ 3 ആംഗിളുകളും 90 ഡിഗ്രിയേക്കാൾ ചെറുതാണല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രയാങ്കിളിനെ നമ്മൾ എന്താണ് പറയാന്നറിയോ? എക്യൂട്ട് ട്രയാങ്കിൾ അഥവാ ന്യൂന ത്രികോണം എന്നാണ് പറയുക. അപ്പൊ ഇവിടെ എക്യൂട്ട് ട്രയാങ്കിളിനെയാണ് ടീച്ചർ ഇവിടെ വരച്ച് തന്നിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ടീച്ചർ ഒരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ അഥവാ ബൃഹത് ത്രികോണത്തിന്റെ ഒരു സർക്കം സർക്കിൾ വരയ്ക്കുന്ന രീതി ടീച്ചർ വിശദമാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ആംഗിൾ ടീച്ചർ 110 അല്ലെങ്കിൽ 120 എടുത്താൽ അത് ബാക്കി ഒരു 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം 90യേക്കാൾ അധികമായാൽ അതെന്തായി? ബൃഹത് ത്രികോണം അഥവാ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ ആയി. ഇതിന്റെ
സർക്കിൾ വരയ്ക്കുന്നത് ടീച്ചർ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതും നിങ്ങൾ നോട്ടിൽ വരയ്ക്കണം. അടുത്തത് ഒരു ട്രയാങ്കിള് റൈറ്റ് ട്രയാങ്കിൾ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുക അതുകൂടി ടീച്ചർ ഇവിടെ പറഞ്ഞുതരാം. അപ്പൊ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? എക്യൂട്ട് ട്രയാങ്കിൾ ആണ്. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ മറ്റൊരു വീഡിയോയിലുണ്ട്. അതുകൊണ്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്താ പറയാ ഇത് വരാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരാം. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവുമ്പോൾ ഈ ചോദ്യം എന്ത് വരും? 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അതും അതെ 60 വന്നതുകൊണ്ട് സെൻട്രൽ 120 എടുത്താൽ മതി. അപ്പൊ ഈ ചോദ്യത്തിനെ പല രീതിയിൽ ചോദിക്കാം. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സർക്കിളാണ്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്നു, ഈ ആംഗിൾ 30 ഡിഗ്രി വരുന്നു, ഈ ആംഗിൾ 60 ഡിഗ്രി വരുന്നു. ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിനെയാണ് നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസിലൂടെ കടന്നു പോകുന്ന സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ സർക്കിളിന്റെ സെന്ററുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സർക്കിളിന്റെ സെന്ററുകളുടെ പ്രത്യേകത? എക്യൂട്ട് ട്രയാങ്കിൾ ആണ് നിങ്ങൾ വരയ്ക്കുന്നത് എങ്കിൽ അതിൻ്റെ സെന്റർ ട്രയാങ്കിളിന്റെ ഉള്ളിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് നിങ്ങൾ വരയ്ക്കുന്നത് എങ്കിൽ അതിന്റെ സെന്റർ ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റിലായിരിക്കും വരിക എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഈ സർക്കിളിന്റെ സെന്റർ ട്രയാങ്കിളിന്റെ പുറത്തു പോകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ നോക്കൂ, ഇത് 90 ആണല്ലോ വരുന്നത്. ഇത് 90, ഇത് 60 വരണം എന്ന് പറഞ്ഞു. ഇത് എത്ര വരണം എന്ന് പറഞ്ഞു? 30 ഡിഗ്രി വരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ സർക്കിൾ നമ്മൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഇപ്പൊ 5 സെന്റിമീറ്റർ റേഡിയസ് തന്നെയാണ് ടീച്ചർ എടുക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുന്നു? 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. ശ്രദ്ധിക്കുക ആ റഫ് ഫിഗറിന്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എക്യൂട്ട് ട്രയാങ്കിൾ ആണ്, ഇപ്പൊ പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇനി ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് 3 നിങ്ങൾ വരച്ച് പഠിക്കണം. ഇത് സെന്റർ O. അപ്പൊ നോക്കൂ, ഇത് 90 വന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ വരുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കാരണം 90യുടെ ഓപ്പോസിറ്റ്. അപ്പൊ നേരത്തെ നമ്മളിത് O എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഓർമ്മല്ലേ ഇങ്ങനത്തെ ഒരു ചിത്രം നമ്മൾ വരച്ചത്? ഓർമ്മല്ലേ? സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ തിയറി നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. സെൻട്രൽ വരുന്നതിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റിൽ. അപ്പൊ ഇത് 90 വന്നാൽ ഇത് എത്ര വരും? 180 വരും. 180 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈനാണ്. അപ്പൊ ഈ 180 ഡിഗ്രി വരയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഈ സർക്കിളിന്റെ ഒരു ഡയമീറ്റർ ആണ് വരച്ചാൽ, അഥവാ 2 പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈന് സെന്ററിലൂടെ വരച്ചാൽ അത് എന്തായിട്ട് മാറും? 90 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ട്രയാങ്കിളിന്റെ സൈഡ് ആയിട്ടുള്ള AB കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. സെൻട്രൽ ആംഗിൾ 180 എടുക്കാന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സെൻട്രൽ ആംഗിൾ 100 അല്ലേ എടുത്തത്, ഇവിടെ എത്ര എടുക്കുന്നത്? 180 എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സർക്കിളിന്റെ എന്ത് വരച്ചാൽ മതി? ഒരു ഡയമീറ്റർ വരച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിളിന്റെ സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇങ്ങനെ അത് വരച്ചു കഴിഞ്ഞാൽ ഒരു ലൈന് ഡയമീറ്റർ ആയിട്ട് വരച്ചാൽ ഇത് തന്നെ എത്ര ഡിഗ്രിയായി? എയും കിട്ടി, ബിയും കിട്ടിക്കഴിഞ്ഞു. ഈ ആംഗിൾ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇനി നമ്മൾ ഈ സെമി സർക്കിളിൽ എവിടെ സി എടുത്ത് യോജിപ്പിച്ചാലും ആ ആംഗിൾ ACB 90 വരും. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റും? ഇല്ല. കാരണം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ആംഗിൾ A എത്ര വരണം? 60 ഡിഗ്രി വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എല്ലാ സ്ഥലത്തും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സി യോജിപ്പിക്കരുത്. എയിൽ പ്രൊട്രാക്ടർ വെച്ചു. നോക്കൂ, ഇവിടുന്നാണ് ലൈന് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെയാണ് 60 ഡിഗ്രി വരുന്നത്. 60 ഡിഗ്രി മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഈ സർക്കിളിലേക്ക് ഇതിനെ യോജിപ്പിക്കാം. യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര ഡിഗ്രി എഴുതുക? 60 ഡിഗ്രി എഴുതുക. ഇത് സി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ BC യോജിപ്പിക്കുക. അപ്പൊ BC യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഉറപ്പാണ്. നിങ്ങൾ അളന്ന് നോക്കിയാൽ 90 കിട്ടും. ഈ ആംഗിൾ നിങ്ങൾക്ക് തീർത്തും എത്ര ഡിഗ്രി തന്നെ കിട്ടും? 30 ഡിഗ്രി കിട്ടും.
അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പൊ 3 തരത്തിലുള്ള ട്രയാങ്കിളിന്റെയും സർക്കിൾ നിങ്ങൾ വരച്ചിട്ട് നോട്ട് ബുക്കിൽ വെക്കണം. കൂടാതെ ഇതിൽ 3 ചിത്രത്തിലും ഓരോ ഉദാഹരണം നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള A4 പേപ്പറിലേക്ക് വരച്ച് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ രീതിയിൽ അത് സൂക്ഷിച്ച് വെച്ച് പരീക്ഷയുടെ തലേന്ന് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങൾ കാണുകയും വേണം. അപ്പോൾ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിന്റെ ഭാഗമായിട്ട് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയുന്നു. പേജ് നമ്പർ 54 6ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിരിക്കുകയാണ്. ഇതേപോലത്തെ ചോദ്യം തന്നെയാണ്, സർക്കിളിന്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ആംഗിള് മാത്രം റേഡിയസും വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. റേഡിയസ് 3 സെന്റിമീറ്ററും അതേപോലെ 2 ആംഗിൾസ് 32 and half 37 and half ആണ്. അപ്പൊ എത്ര വരും? 32 37 7 2 9 3 3 69 ആയി. 69 1 69 പ്ലസ് 1 70 ഡിഗ്രി. അപ്പൊ 70 ഡിഗ്രി വന്നാൽ ബാക്കിയുള്ള ആംഗിൾ എത്ര കിട്ടും? 110 ഡിഗ്രി വരും. അപ്പോൾ ഒരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ ആണ് ഇവിടെ വരിക എന്ന് മനസ്സിലാക്കുക. ഒരു ആംഗിൾ 110 ഡിഗ്രി കിട്ടും, ഒരു ആംഗിൾ 37 and half, അടുത്തത് 32 and half. ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. ആ ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിന്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിത് വരയ്ക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കിത് വരയ്ക്കാൻ പറ്റും. ആ ഒരു ചോദ്യം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 3 മാർക്കിനോ 4 മാർക്കിനോ അടുത്ത എക്സാം മുതൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ആനുവൽ എക്സാമിനടക്കം കാണുന്ന ഒരു ചോദ്യമാണെന്ന് മനസ്സിലാക്കി വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചിത്രം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.